ഹായ് വിവേസ്, ഗോപുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇന്നത്തെ പ്രത്യേകത അറിയാലോ. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. എല്ലാ അധ്യാപകർക്കും എന്റെ നമസ്കാരം. എന്റെ വീട്ടിൽ എല്ലാരും അധ്യാപകരാണ്. അമ്മ, ചിറ്റമ്മ, അമ്മൂമ്മ, മുത്തശ്ശൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. എന്നാലും മുത്തശ്ശൻ ഒരു അധ്യാപകനായിരുന്നു. അമ്മയുടെ കസിൻസ് എല്ലാരും അധ്യാപകരാണ്. എല്ലാരും നല്ല അധ്യാപകരാണ്. അമ്മ പറയാനില്ല, അമ്മ പൊളിയാണ്. ഈ അധ്യാപക ദിനത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും നമസ്കാരം. അധ്യാപക ദിനം നമ്മുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അധ്യാപക ദിനം ഇന്നിപ്പോ സെലിബ്രേറ്റ് ചെയ്യാൻ സാഹചര്യമില്ല, കോവിഡ് ഒക്കെ ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് കുട്ടികളെല്ലാം ആശംസകള് അധ്യാപക ദിനത്തിന് അർപ്പിക്കാറുണ്ട്. ഇന്നും ഇപ്പൊ മൊബൈലിൽ ധാരാളം ആശംസകൾ വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ അത് നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. പഠിപ്പിച്ച് വിട്ട കുട്ടികളും ഇപ്പൊ പഠിപ്പിക്കുന്ന കുട്ടികളും എല്ലാം തന്നെ. അപ്പൊ എത്രയൊക്കെ ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും ഒരു ഗുരുവിന്റെ സ്ഥാനം അത് തന്നെയാണ്. ഗുരുവിന്റെ സ്ഥാനത്തിന് അത് മാറ്റാൻ പറ്റില്ല നമുക്ക്. കാരണം എത്ര ടെക്നോളജി ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും ഒരു അധ്യാപകന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നതിന്റെ അത്ര ഇഫക്റ്റ് ഒരു കുട്ടിക്കും ഒരു കാര്യം പഠിക്കുന്നതിൽ ഉണ്ടാവുകയില്ല. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുന്നതെന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം കുട്ടിയും ടീച്ചറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമല്ലേ അത് ആ പഠനം അർത്ഥവത്താവുകയുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ടീച്ചർ ശ്രീകൃഷ്ണ ഭഗവാനാണ്. കാരണം ഗീതോപദേശം, അർജുനന് നൽകിയ ഉപദേശം, അതാണ് ഏറ്റവും വലിയ ഉപദേശമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ ഈ വള്ളത്തോൾ നാരായണമേനോന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞൊരു കവിത എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അവിടെ ഗാന്ധിജിയെ കുറിച്ചാണ് പറയുന്നത്. ശരിയല്ലേ? ഗാന്ധിജി എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അഹിംസ, നോൺ വയലൻസ്, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ. ക്ഷമ, അദ്ദേഹത്തിന്റെ ക്ഷമ പോലെ വേറെ ആർക്കാണ് ക്ഷമയുള്ളത്? അപ്പൊ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു ഗുരുനാഥൻ തന്നെയാണ് ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിനെ കുറിച്ചൊരു കവിത കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഈ ദിവസത്തിന്റെ പ്രത്യേകത പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോ ഞാന് ബാക്കിയുള്ള നമ്മുടെ സാധാരണയുള്ള കുക്കിങ്ങിലേക്കും ഒക്കെയാണ് കടക്കുന്നത്. പണ്ട് ഗുരുകുല സമ്പ്രദായമായിരുന്നല്ലോ. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്ത വഞ്ചിപ്പാട്ടില് പറയുന്നുണ്ട്, സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊരു ഭാഗമുണ്ട്. അതിൽ വളരെ രസകരമായൊരു ഭാഗമാണ്. അതിൽ ലാസ്റ്റിലെ ഗുരുവിൻ്റെ കടാക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വരികളിലായിട്ട് 2 വരികളിൽ അത് പറയുന്നുണ്ട്. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്ത വഞ്ചിപ്പാട്ടിലെ പ്രധാനപ്പെട്ട 2 വരികൾ ഞാൻ ആലപിക്കാം. സാന്ദീപനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞ് നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ഇങ്ങനെ തുടങ്ങുന്നതിൽ ലാസ്റ്റിൽ 2 വരിയുണ്ട്. അവിടെയാണ് ഗുരുവിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാബല്യം വരുമോ ജനിച്ചാലാർക്കും. ഇതിൽ തന്നെ ഗുരുവിന്റെ പ്രാധാന്യത്തെ പറയുന്നത് നമുക്ക് എത്ര വ്യക്തമാണ്. ഇത് ചേമ്പുന്താള്. ഇത് കണ്ടോ? ഈ ഇല പണ്ട് കാലത്തൊക്കെ കുടയൊന്നും ഇല്ല, പാവങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഇതൊക്കെ തലയിലൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം വീണാൽ ഇതിലിങ്ങനെ ഉരുണ്ടിരുണ്ട് പോകുമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ചേമ്പൽ ദേ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകും കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ചേമ്പിന്റെ താള് വെച്ചിട്ട് നമ്മള് ഒരു പച്ചടി ഉണ്ടാക്കും. അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തണ്ട് നമ്മൾ മുറിച്ചെടുത്തു. ഇനി ഇതിന്റെ ഇങ്ങനെ മോളിൽ നിന്ന് ഇളക്കി മാറ്റും. ഇങ്ങനെ അത് മാറ്റിയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് പച്ചടി വെക്കുന്നത്. ഈ ഇല കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ഇല കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കും നമ്മൾ. ഈ ഇല ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനത് കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ. ഇപ്പം ഞാൻ ഈ പച്ചടിയാണ് വെച്ച് കാണിക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്.
അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ മാറ്റണം. ഇതിൻ്റെ ഈ പുറത്തെ തൊലിയൊക്കെ ദേ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുക. നമ്മളെ മാറ്റിയിട്ട് വേണം ഇത് വട്ടത്തിൽ ചെറുതായിട്ട് ഇതാ ഈ മാതിരി അരിഞ്ഞെടുക്കണം. ചെറിയ വട്ടങ്ങളായിട്ട് അരിഞ്ഞെടുക്കുവാണ്, തൊലി മുഴുവൻ കളഞ്ഞിട്ട്. ചേമ്പും താളം ഞാൻ ദേ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുകയാണ്. ആ വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനത് വീണ്ടും അത് ഇങ്ങനെ വെള്ളം കളഞ്ഞ് അരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. ഒന്നുകൂടി ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് നല്ലോണം ചൂടാക്കി വെള്ളം, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്തു, വെള്ളമൊക്കെ കളഞ്ഞെടുത്തു. ഇപ്പോഴാണ് ശരിക്കും ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം സ്വല്പം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് ചെറുതായിട്ട് വേകുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കും. ആ പച്ചടിയുടെ ചേമ്പും താള് വേകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വളരെ സിമ്പിളാണ്. ഇന്നലെ അരച്ച അരിമാവിന്റെ ബാക്കി കുറച്ചുണ്ട്. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കലക്കി ഒരു ദോശയാണ്. അതിൻ്റെ കൂടെ റെഡ് ചട്നി ഭയങ്കര ടേസ്റ്റിയാണ്. അത് രണ്ടും കൂടെ ഞാനിപ്പോൾ ഒരു 3-4 തവി ഇട്ടു. ഞങ്ങൾ എന്ത് കഴിക്കുന്നു അതെല്ലാം ഞങ്ങളുടെ നായയും കഴിക്കും കേട്ടോ, അവനും കഴിക്കും ഇതെല്ലാം. ഞാൻ ദോശ ഒഴിക്കുവാണേ. അത് പച്ചടിക്ക് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി അങ്ങ് കഴിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് കലക്കണം, നല്ലതായിട്ട് കലക്കണം. കട്ട വരരുത്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് കട്ട. അഥവാ ഇനി കട്ട വരുന്നതായിട്ട് തോന്നിയാൽ മിക്സിയിലിട്ട് ഒരു അടിയും കടിച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ഈ ദോശയിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണയല്ല, നല്ലെണ്ണയാണ് ഈ ദോശയുടെ സ്വാദ്. എന്നിട്ട് ചുമന്ന ചട്നിയും കൂട്ടി അങ്ങോട്ട് കഴിക്കുക. മൊരിഞ്ഞ ദോശ, നല്ല സ്വാദിഷ്ടമായ ദോശ കണ്ടോ, വടി പോലെ ഇരിക്കുന്ന നല്ല മൊരിഞ്ഞ ദോശയാണ്. നല്ലെണ്ണയൊക്കെ ഒഴിച്ച് അടിപൊളി. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഈ ചേമ്പിന്റെ താളയും. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടാൻ പോവാണേ. കുറച്ച് ഉപ്പ് മതി, ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന്. ഞാനൊരു 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഒന്നുകൂടെ വേവിക്കും. കുറച്ചല്ലേ ഉള്ളൂ ചേമ്പും താളം, അതുകൊണ്ട്. അമ്മു കിച്ചണിൽ വന്നിരുന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞു. കാരണം എന്റെ ജോലിക്കിടയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാവില്ല വിചാരിച്ച് എഴുതി പഠിക്കുവാണ്. 10ാം ക്ലാസ്സിലല്ലേ, മര്യാദയ്ക്ക് പഠിക്കണ്ടേ. ചേമ്പത്താള് പച്ചടിക്ക് ഞാൻ നാളികേരം അരയ്ക്കാൻ, സാധാരണ പച്ചടി പോലെ തന്നെ ആണ് അരയ്ക്കുന്നത്. നാളികേരം ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കൊല്ലമുളകല്ല, നമ്മൾ പച്ചമുളകാണ്, ഒരു 3 പച്ചമുളക്, ഒരു ആവറേജ് എരിവ് കാണും. വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇത് അരച്ചെടുക്കും പേസ്റ്റ് പോലെ, എന്നിട്ട് അതിൽ ചേർക്കും. നാളികേരം അരച്ചത് ഞാൻ പച്ചടിയിലേക്ക് ചേർക്കുകയാണ്. പച്ചക്കടുകും പച്ചമുളകും. ഇതിലെ കൊല്ലമുളക് നമ്മൾ ചേർക്കൂല പച്ചടി എന്ന് പറയുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കുന്നു, നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് സാധാരണ പച്ചടി പോലെ തന്നെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ വാങ്ങി വെച്ചിട്ട് തൈര് ഒഴിക്കുക. ഇതോടൊപ്പം തൈര് ഒഴിക്കരുത്, തൈര് പിരിഞ്ഞു പോയാൽ സ്വാദ് വേറെ ആയിപ്പോവും. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങി വെച്ചിട്ട് നല്ല കട്ട തൈര്, വലിയ പുളി വേണ്ട, ഒരിടത്തരം പുളിയുള്ള തൈര് ഒഴിക്കുക. പാല് തിളച്ച് വന്നിരിക്കുന്നു, ഞാൻ കണ്ടില്ല, ഇപ്പൊ ദേ ഓഫാക്കി. ഞാൻ സ്വല്പം കൂടെ ഉപ്പിട്ടു, ഉപ്പ് പോരാൻ തോന്നി, അതുകൊണ്ട് ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട്. ഇനി തൈര് ഒഴിക്കണം. അടുപ്പ് ഓഫാക്കി തൈര് ഒഴിക്കാൻ പോകുന്നു. പിന്നെ കടുക് വറക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ തൈര് ചേർക്കുവാണ് അതിലേക്ക്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. വലിയ പുളിയില്ല, എന്നാൽ തീരെ പുളിയില്ലാതെ ഇല്ല, പാകത്തിന് പുളിയുള്ള തൈര്. കണ്ടമാനം പുളിയുള്ള എടുത്താൽ കറിയുടെ ടേസ്റ്റേ അങ്ങ് പോകും, അതുകൊണ്ടാണ്. പുളി തീരെ ഇല്ലെങ്കിലും നല്ലതല്ല. അപ്പം ഇത് മതി. ഇങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് എടുക്കുമ്പോഴേ. ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു, അത് മതി. ഞാൻ പച്ചടിയിലേക്ക് കടുക് വറുത്തിടാൻ പോവാണ്. കടുക്, വറ്റൽമുളക്, കരിവേപ്പില, സ്വല്പം ഉലുവ, ഇത്രയുമാണ് കടുക് വറുത്തിട്ടത്. ഇതാ പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, വെരി ടേസ്റ്റിയാണ്. ഈ ചേമ്പും താള് പച്ചടിക്ക് പറ്റിയ കോമ്പിനേഷൻ തുവരയും
ചെറിയ ഉള്ളി കൂട്ട തോരനാണ്. ഞാൻ ദാ തോരയെല്ലാം കഴുകി എല്ലാം വെച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കുക. കുക്കറിൽ വേവിക്കരുത്, കുഴഞ്ഞു പോകും. ഇതിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നിരപ്പേ നിന്നാൽ മതി വെള്ളം. ഈ വെള്ളം കൊണ്ട് അത് വെന്തോളും. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കുഴക്കണ്ട, ഇത് മതി. എന്നിട്ട് വേവിക്കുക. ഞാൻ വേവ് കാണിച്ചു തരാം. ഞാനൊരു ചീനച്ചട്ടിയിലാണ് എടുത്തത്. അത് വെന്ത് ആ വേവുന്ന പാകം ഞാൻ കാണിക്കാം. ഉടഞ്ഞു പോയാൽ കൊള്ളൂല. ഗ്യാസ് ഒന്നും ഉണ്ടാവുന്നില്ല. കുരുമുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതോടൊപ്പം തന്നെ സ്വല്പം ഉപ്പും കൂടി ഇട്ട് അങ്ങ് വേവിക്കുക. കാരണം കുഴയുണ്ടല്ലോ, അത് ആ പാകത്തിന് വെന്തോളും. തുവര ഇത്രയും വെന്താ മതി. അതായത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ഉടയുക. വലുതായിട്ട് ഉടയരുത്. ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും. അപ്പൊ ഇത് മതി, ചെറിയൊരു വേവ്. തോരന് വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ചീനച്ചട്ടിയിലേക്ക്. ഇനി ഞാൻ 1 ടീസ്പൂണ് കടുക് ഇടാൻ പോവാണ്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ് കടുക് ഇറക്കാനായിട്ട് ഇടുന്നു. അതിലേക്ക് നമ്മൾ വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ഇടുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ സ്വല്പം ജീരകം ഇടുന്നു. 1/2 ടീസ്പൂൺ മതി ജീരകം ഇടുന്നു. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് സബോള, ഒരു മീഡിയം സൈസിൽ സബോള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കാരണം ഒന്ന് ടേസ്റ്റ് കൂടും. ചെറിയ ഉള്ളിയുടെ കൂടെ സബോളയും കൂടെ വരുമ്പോൾ ഒരു സ്വാദ് കൂടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചേർത്തത്. ഇതിലേക്ക് ഞാൻ നടുകെ പുളർന്ന് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണത്തോളം ഉണ്ട്, അതുകൂടി ഇടുകയാണ്. നല്ലപോലെ വഴറ്റണം. ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന തുവര ഇടാൻ പോവാണ്. ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് വറുത്തു. കടുക്, വറ്റൽമുളക്, കരിവേപ്പില. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സ്വല്പം ജീരകം ഇട്ടു. 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, 3 പച്ചമുളക്, അതിനുശേഷം ഒരു മീഡിയം സൈസിന്റെ സബോള അരിഞ്ഞത് ചേർത്തു. പിന്നെ 10-20 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത്, കീറി വെച്ചത് ചേർത്ത് വഴറ്റി റെഡിയാക്കി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന തുവര ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു നന്നായിട്ട് വേവിച്ചിട്ടില്ല, ഒരു ഇടത്തരം വേവാണ്. കാരണം വെച്ചാൽ കുഴഞ്ഞു പോകില്ലെങ്കിൽ തോരനെ. അപ്പൊ ഇനി ഇതിന്റെ ഒപ്പം കിടന്നത് വെന്തോളും. അപ്പൊ അത് പാകമാകും. ആ ഒരു ഇത് മതി, വേവ് മതി. അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ട് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നാളികേരമൊക്കെ ഇട്ട് എടുക്കും. അടച്ചു വെക്കാൻ പോവാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. 1/2 ടീസ്പൂൺ കണക്കാക്കി ഇടുന്നുണ്ട്. കാരണം ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പിട്ടില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കാരണം ഗ്യാസ് ട്രബിൾ ഉണ്ടാകാതിരിക്കാൻ. ചിലർക്ക് ഗ്യാസാണ് ഈ തുവരയെന്നൊക്കെ പറയുന്നത്. അതൊന്നും ഉണ്ടാവില്ല. കാരണം ഇഷ്ടംപോലെ ഇഞ്ചിയൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നാളികേരം ഇടുന്നു. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇടാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളികേരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല അസല് തോരൻ റെഡി ആയിട്ടുണ്ട്. നിറച്ച് ഉള്ളി ഒക്കെ ഇട്ടതാണ്, നാളികേരമൊക്കെ ഇട്ടതാണ്, കുരുമുളക് ചേർത്തു, ഇഞ്ചി ചേർത്തു. ഗ്യാസിന്റെ അസുഖമൊന്നും ഉണ്ടാവില്ല. കരിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതും ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മറ്റേ ആ ചേമ്പും താള് പച്ചടി ട്രഡീഷണൽ ഐറ്റമാണ്. അത് എല്ലാവരും ചെയ്തു നോക്കണം. ഇതെല്ലാം വിറ്റാമിൻ സമ്പുഷ്ടമാണ്, മിനറൽസ്. ഇത് പിന്നെ മുഴുവൻ പ്രോട്ടീൻ ആണല്ലോ തുവര എന്ന് പറയുന്നത്. ഇത് നല്ല കോമ്പിനേഷൻ ആണ്. ചേമ്പും തണ്ട് അല്ലെങ്കിൽ താള് പച്ചടി വളരെ ടേസ്റ്റി. അതോടൊപ്പം തുവര ഉള്ളിയും കൂടിട്ട തോരൻ. പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ ആണ് മുളക് വറുത്തത്, തൈര് മുളക്. അത് വറുത്തതാണ് അതിന്റെ കോമ്പിനേഷൻ. പപ്പടമാകാം, പിക്കിളാകാം. ഇതൊരു ട്രഡീഷണൽ രീതിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കുക. ഇത് മുഴുവനും വിറ്റാമിൻ സമ്പുഷ്ടമാണ്, മിനറൽസും. അതേപോലെ ഇത് മുഴുവൻ പ്രോട്ടീനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, പ്രകൃതിയോട് അനുകൂലിച്ചുള്ള ഒരു ഭക്ഷണമാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ ഇതില് തുവരയോടൊപ്പം ഉള്ളി ധാരാളം വരുന്നുണ്ട്. സബോള ഒരു വലിയ സബോള അരിഞ്ഞിട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളിയുണ്ട്. ഇതെല്ലാം തന്നെ
വയറ്റിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെയൊക്കെ മാറ്റാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്, ദഹനത്തിന് സഹായിക്കും. ഇഞ്ചി ദഹനത്തിന് സഹായിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. ചിലർ ഇതിൽ സ്വല്പം പഞ്ചസാര ചേർക്കും മധുരത്തിന് വേണ്ടി. പക്ഷെ മധുരം ഇല്ലാതെ കഴിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഈ വീഡിയോ ഞാൻ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ബൈ.